സോ നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത ദിവസമായിട്ടുണ്ട്. ഇടയ്ക്കത്തെ കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാവരും സെറ്റല്ലേ? ഓക്കെ, നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ഇനി? സോ ഇവിടുന്ന് ഇന്ന് 18-ാം തീയതിയാണ്. ഇവിടുന്ന് ഡൽഹിയിലോട്ട് പോവാണ്. നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ ദിവസം ചായ കുടിച്ച ചായക്കടയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ റൂം അല്ലേ? ഓക്കെ, സെറ്റല്ലേ? ഇനി അടുത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം. കുറേ സാധനങ്ങളൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. പറ്റുവാണെങ്കിൽ ഇടാം, ഷോർട്ട് വീഡിയോസായിട്ട് മറ്റേ പോർട്രേറ്റ് മുള്ളിടാം. സോ അങ്ങനെ നമ്മൾ ബനാറസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കുവാണേ. ഇവിടെ നമ്മൾ ഡൽഹിക്കാണ് പോകുന്നത്. ഇവിടെ ഏകദേശം 8 പ്ലാറ്റ്ഫോം വരെ ഉണ്ട്. വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുക. പ്രാട്രാ സുഖല്ലേ? എങ്ങോട്ടാ പോന്നേ? ചെറിയൊരു ട്രക്കിങ്ങിലേക്ക് പോവാം. അതെ 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 അതെ. അമൃത് ഭാരതൊക്കെ കിടപ്പുണ്ട്. നമ്മൾ ഇവിടെ ലഗേജൊക്കെ ഇവിടെ താഴ്ത്തി വെച്ചിട്ട് ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ പ്ലാറ്റ്ഫോം ഇതാട്ടോ. നമുക്ക് ബനാറസ്, ആനന്ദ് വിഹാർ, ഗരീബ് രഥ് ഇപ്പോൾ എത്തും. ഗരീബ് രഥിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ ആനന്ദ് വിഹാർ എത്തി കേട്ടോ. ഇന്നലെ ട്രെയിനിൻ്റെ അത് കയറിയിട്ട് ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായി പോയി. ഉറങ്ങാനുള്ള തിരക്കായിരുന്നു. ഭയങ്കര പെട്ടെന്ന് എത്തി. അതെ അതെ, ഭയങ്കര പെട്ടെന്ന്. 9:30 എത്തേണ്ട വേണ്ടി സമയം എത്രയും വരെ കാണിച്ച് 11:08. 11:08. 9:30 വരാനുള്ള വണ്ടി 11:08 എത്തിയേക്കുന്നത്. 9:30 9:20 എത്തേണ്ട ട്രെയിനായത്. എന്തായാലും നമ്മളിവിടെ ഇറങ്ങാൻ പോവാ. രാവിലെ പല്ലൊന്നും തേച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റിംഗ് റൂം ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള പരിപാടി ചെയ്യാം. എന്നിട്ട് ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടല്ലോ അല്ലയാ, ഷോപ്പിങ്ങിന് പോവാം. നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നടന്നിട്ട് ആനന്ദ് വിഹാർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നടന്നിട്ട് ആനന്ദ് വിഹാർ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിക്കുവാണേ. ഇവിടുന്നാണ് ഡൽഹിക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ആനന്ദ് വിഹാർ മെട്രോ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുവാണേ. ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടാണ് അളിയാ പോകുന്നത്? ഓക്കെ, ഡൽഹി ചെന്നിട്ട് നമ്മുടെ ഈ കാണുന്ന ലഗേജസ് എല്ലാം അവിടെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മളവിടെ നേരെ കബൂത്തർ മാർക്കറ്റിലോട്ട് പോകും അല്ലേ? എന്തിനാണ് കബൂത്തർ മാർക്കറ്റിൽ പോകുന്നത്? നമുക്ക് ജാക്കറ്റൊക്കെ മേടിക്കാം. ഓക്കെ, സെറ്റ്. പനിയും പിടിച്ചു, ഉറക്കത്തില്ല. സോ അങ്ങനെ നമ്മൾ ഏതൊരു ഡൽഹിയിൽ മാർക്കറ്റ് വന്നേക്കുവാണ്. ഇവിടെ വന്ന് കുറേ സാധനമൊക്കെ മേടിച്ചു. 150 രൂപയുടെ ബാഗ് ഒന്ന് കാണിച്ചെടുത്ത്. 150 രൂപയ്ക്ക് നമ്മൾ ബാർഗൈൻ ചെയ്ത് മേടിച്ച ബാഗാണ്. അമേരിക്കൻ ടൂറിസം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? അതെ, കച്ചവടം പറഞ്ഞു മേടിക്കാം. അതെ 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 അതെ. അപ്പം ഇതാണ് ഇവിടുത്തെ മാർക്കറ്റിലെ അവസ്ഥയൊക്കെ. നമ്മളിപ്പോൾ കാശ്മീരി ഗേറ്റിൻ്റെ അവിടെയാണേ. മണാലിയിലോട്ട് പോകാനുള്ള ബസ് നോക്കി വന്നാൽ അവിടെയാണ് കാശ്മീരി ഗേറ്റ്. കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളമായി. ഇവിടെ സൈഡ് വെയിറ്റ് ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് സ്ഥലമില്ലെന്നാണ് പറഞ്ഞത്. ഇത് ഒരു ടാറ്റയുടെ ഷോറൂമാണ് ഇവിടുത്തെ ഡൽഹിയിലെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവം. ഭയങ്കര തിരക്കാണ്. ആ ബസ്സിലൊക്കെ ആളെ കുത്തിക്കൊളിച്ച് പോകുന്നുണ്ടല്ലേ, ഭയങ്കര തിരക്കാണ്. പിന്നെ ഇവിടെ ആൾക്കാർ ഹോൺ അടിച്ച് വെറുപ്പീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര വെറുപ്പീരാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ബസ്സേ കയറാൻ പോകും. വയ്യ നമ്മളെ മണാലിക്ക് പോകാനുള്ള ബസ് ഇതല്ല, ഇതിന് പുറകെ എപ്പോഴോ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ബസ് കാത്തു വയ്ക്കുന്ന ആൾക്കാരാണ് ഇത് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു പയ്യനാണ്. കൊച്ചു പയ്യൻ. നമ്മുടെ ബസ് ടെർമിനലാണ്. ബസ് ഇപ്പോൾ വരും. 9857 ഇത് തന്നെ, ഇതായിരിക്കും മിക്കവാറും. നമ്മളങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ കയറി. നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ബസ്സല്ല ഇത്. ഭാരത് ബെൻസിൻ്റെ ഒരു ബസ്സാണ്. പക്ഷെ ഞാനൊരു വോൾവോ ആയിരുന്നു പ്രതീക്ഷിച്ചത്. എങ്ങനെയുണ്ട് ബസ്? ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. വോൾവോയിലായാലും നമുക്ക് KSRTC പൈസയല്ലോ ആദ്യമായിട്ട് ഇങ്ങനത്തേക്ക് ലക്ഷറി. ഇപ്പം നമ്മളിവിടുന്ന് പതിയെ നീങ്ങും. ഗൈസ്, പാതിരാത്രി തേഞ്ഞു ഗൈസ്. വിശന്ന് വന്ന് ഒരു ചിക്കൻ 2 ചിക്കൻ കൊണ്ട് തന്നു. ചിക്കനും എല്ലാം മേടിച്ചിട്ട് ചിക്കന്റെ വില ചപ്പാത്തിയുടെ വില ഒക്കെ കണ്ടില്ല. 1542 രൂപ. ചാറ് പോലും കളയുന്നില്ല. തേഞ്ഞ്
എത്തി. ഇന്നലെ കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയല്ലേ. മണാലി ബസ് സ്റ്റാൻഡ് എത്തി കേട്ടോ. ഇതാണ് മണാലി ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ മണാലി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് മണാലി ബസ് സ്റ്റാൻഡ്. ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ, ഈ വൈറ്റ് വണ്ടി. നമ്മളുടെ ലഗേജ് എല്ലാം ഇവിടെ അൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നമ്മൾ അടുത്തൊരു പരിപാടിയിലേക്ക് പോവാണ്. അല്ലയാ, അടുത്ത് ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ട്രക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ട്രക്കിങ് ബിജു ലേക്ക് അല്ലേ? ബിജു ലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 900 മീറ്ററോളം അങ്ങോട്ട് പോകാനുണ്ടല്ലേ? അത് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്. ആ ഓക്കെ. അപ്പം ട്രാൻട്രക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ഉറക്കം? പനിയൊക്കെ മാറിയോ? പനിയുണ്ടോ ഇപ്പോൾ? ചെറുതായിട്ട്. ട്രക്ക് ചെയ്യാൻ പറ്റുമോ? ശരിയെന്നാ പോയി നോക്കാം. നമ്മളങ്ങനെ ക്യാമ്പ് സൈറ്റിലോട്ട് പോവാണ്. ജാക്കറ്റും കാര്യങ്ങളൊക്കെ റെൻ്റ് എടുത്തിട്ടുണ്ട്. ട്രാട്രാ സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ട്രക്കിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? സോ ഗായ്സ്, നമ്മുടെ ട്രെക്കിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതേ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇതാ ലാസ്റ്റ് റോഡ്. ഇത്രയും ലഗേജൊക്കെ നിങ്ങൾ കണ്ട് പേടിക്കണ്ട. ഇതെല്ലാം ക്യാമ്പ് സൈറ്റ് വെക്കാനുള്ളതാണ്. സ്പോക്ക് ഇതേ പോളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ബീപ്പ് ഇടണം അവിടെ. സ്പോക്കെ സെറ്റല്ലേ ബ്രോ? എന്നാ കയറിയേക്കാം. നമുക്ക് ആ ഒരു പയ്യൻ പോകുന്ന കണ്ടോ? എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങ് ദൂരത്ത് ഒരു പയ്യൻ കയറി പോകുന്നുണ്ട്. നമുക്ക് അതിലെ മേളിലോട്ടാണ് കയറാനുള്ളത്. അങ്ങ് ദൂരത്ത് നമുക്ക് സ്നോഫോളൊക്കെ കാണാൻ പറ്റും, കണ്ടോ? അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് കയറുമല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റല്ലേ? നമ്മൾ ട്രക്കിംഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 100-200 മീറ്റർ മുന്നിലെത്തി, മുകളിലോട്ടെത്തി. അപ്പം അപ്പോഴത്തെ ഒരു വ്യൂ ആണ് ഇതേ. നേരത്തെ ഫ്ലഡായിട്ട് കുറേ പാറ കഷ്ണങ്ങളൊക്കെ വന്ന് കിടക്കുന്നതാണ് കാണുന്നത്. ട്രക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാട്ടർ ഇടയ്ക്ക് ഒന്ന് ടയർഡായിരുന്നു, പിന്നെ വീണ്ടും ചില്ലായിട്ട് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ ആയിട്ടുണ്ടാവും മിക്കവാറും. നമ്മുടെ ഗൈഡ് അതാണ് കേട്ടോ. താഴെ വാലി വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ആ ഫ്ലഡ് സമയത്ത് റിവർ കര കവിഞ്ഞൊഴുകിയതാണ്. ഇവിടുത്തെ കുറേ റോഡൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം സ്ട്രീമിൽ നിന്ന് വെള്ളം എടുക്കാൻ പോവാണേ. നല്ല ഫ്രഷ് വാട്ടറാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ നമ്മൾ ഇവിടുന്ന് റീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പാട്ടോ. നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു തണുപ്പുണ്ടല്ലോ, ആ സെയിം ഫീൽ തന്നെ, ഭയങ്കര തണുപ്പ്.
നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. ഫുള്ള് പൈൻ ഫോറസ്റ്റ് ആണ് ഇവിടെ. കുറച്ച് ബേർഡ്സിൻ്റെ നോയ്സൊക്കെ കേൾക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് പ്രാഡ്ര എന്താ കഴിക്കുന്നേ? ഓ വാവ്, പ്രോട്ടീൻ ബാർ പ്ലസ് മിനറൽ വാട്ടർ, നാച്ചുറൽ മിനറൽ വാട്ടർ അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട്? ഇപ്പം നമ്മൾ ഏകദേശം 3 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് 3 കിലോമീറ്ററിൻ്റെ എക്സ്പീരിയൻസ്? സെറ്റല്ലേ? നമുക്കിനി ഈ വഴിയാണ് മുന്നോട്ട് പോകാനുള്ളത്. ഓക്കെ അല്ലേ? നമ്മുടെ ഈ എൻ്റയർ ട്രക്കിൽ നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു ഡിഫറെൻറ്റ് കളർ, ഒരു പിങ്ക് പർപ്പിൾ കളർ അല്ലേ ഫ്ലവർ? പർപ്പിൾ അല്ലേ? ഒരു പിങ്കിഷ് ഫ്ലവർ നമ്മൾ താഴെ നിന്ന് തൊട്ടേ കാണുന്നത് ഇവിടെ കൂട്ടമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ശരത്ത് അവിടെ റെസ്റ്റ് ചെയ്യാണ്. നമ്മളിത് ഇവിടെ പുറകെയുണ്ട്. നമ്മളിവിടെ ഭയങ്കര സ്റ്റീപ്പായിരുന്നു. ഈ സ്റ്റീപ്പ് കയറ്റം കയറി ഇങ്ങോട്ട് വന്നേക്കുന്നേ. നമ്മൾ നടന്ന് ഏകദേശം ടോപ്പ് എത്താറായിട്ടുണ്ട്. സ്പോക്ക് കാണാൻ പോകുന്നത് കേട്ടോ. നമ്മൾ നടന്ന് ടോപ്പ് എത്താറായെന്ന് പറയില്ലേ, ടോപ്പല്ല, ഇന്നത്തെ ക്യാമ്പ് സൈറ്റ് എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു 1 കിലോമീറ്ററോടെ ഇതിലെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നാട്ടുവഴിയാണെന്ന്. പക്ഷേ ഇത് നാട്ടുവഴിയല്ല, ഇതൊരു മലയുടെ മണ്ടയാണ്. ഇതാ കണ്ടില്ലേ, ഇതിന് കറക്റ്റ് ഈക്വലായിട്ടാണ് അണയ്ക്കുന്നത് കേട്ടോ. ഈക്വലായിട്ടാണ് ഇത് ആ മലയൊക്കെ ശകലം കുറച്ച് പൊക്കത്തിലാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവഴി ഒരു 3/4 കിലോമീറ്ററോടെ നടന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ക്യാമ്പ് സൈറ്റ് എത്തുമെന്ന് തോന്നുന്നു. എല്ലാവരും മുന്നിൽ പോയിട്ടുണ്ട്. ഞാനും പ്രാഡറയും മാത്രമേ ഉള്ളൂ പുറയിൽ. പിന്നെ സ്പോക്ക് ഇതാ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്നോ ഉള്ള മൗണ്ടൻസ് എല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ താഴെ കാണുന്നതാണ് മണാലി ടൗൺ കേട്ടോ. മുമ്പേ ഞാൻ പറഞ്ഞല്ലേ, മുമ്പേ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞില്ലേ കുറച്ച് കല്ലും കൂട്ടം കിടക്കുന്ന ഒരു സ്ഥലം. അത് കഴിഞ്ഞ വർഷം ഫ്ലഡ് ഉണ്ടായതാണ്. അത് ആ താഴ്ഭാഗം മാത്രം ഇങ്ങനെ വെളുത്ത് കിടക്കുന്നത്. നമ്മൾ ഏകദേശം നടന്ന് ഇപ്പോൾ ഇതിൽ നോക്കുന്ന കിലോമീറ്റർ നോക്കണ്ട, 6:28 സമയം. അത് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ 6:28 ഞാൻ പകുതി ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ വാച്ചിൻ്റെ വാക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അത് 3.87 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെങ്ങും എത്തിയിട്ടില്ല. ഇതാ ആ മലയുടെ മുകളിലേക്കാണ് പോകേണ്ടത്. പക്ഷേ നമ്മുടെ ക്യാമ്പ് സൈറ്റ് അതിൻ്റെ താഴെ എവിടെയാണ്. ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഉണ്ടെന്നാണ് ഇപ്പം വിളിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമ്മളപ്പോൾ ഒരു കിടിലൻ വാട്ടർഫോൾസിൻ്റെ സൈഡിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഏകദേശം ഒരു ഇപ്പോൾ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞത്, ബാക്കി നമ്മുടെ മെമ്പേഴ്സെല്ലാം എത്തി, അവരോട് വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു 700 മീറ്റേഴ്സ് കൂടെ ബാക്കിയുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോവാം. ഇതാ ഫ്രണ്ടിൽ മറ്റേ വെള്ളച്ചാട്ടം ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ വന്ന റൂട്ട് ഭയങ്കര രസമാണ്. കാരണം ഈ ഒരു പൈൻ വാലി, ഇതൊരു ശരിക്കും പൈൻ വാലിയാണ്. കുറേ കിഡ്ലൻ ട്രീസും ഒക്കെ ആയിട്ട് ഭയങ്കര ഗ്രീനറിയൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ. ഇനി ഞാൻ മറ്റേ ആ വാട്ടർഫോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആ വാട്ടർഫോൾസ് ക്രോസ് ചെയ്യാൻ പോകാം കേട്ടോ. സ്പോക്ക് താഴെ നിൽപ്പുണ്ട്. നിങ്ങൾ നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കി ഈ ലാൻഡ്സ്കേപ്പ്. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഫ്രെയിമിൽ ക്യാമറയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. എന്തായാലും ഇത് നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാം. എന്തായാലും ഈ വാട്ടർഫോൾ നമ്മൾ ക്രോസ് ചെയ്യുക കേട്ടോ. കേൾക്കാവോന്നറിയില്ല. ഈ വാട്ടർഫോൾ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പലകയിട്ടുണ്ട്, ഇതേ കൂടെ വേണം ക്രോസ് ചെയ്യാൻ. വാ മീനാക്ഷി.
ഇത് ഐസ് ഉരുക്കി വരുന്ന വെള്ളം കേട്ടോ. ഭയങ്കര തണുപ്പായത്. ഭയങ്കര തണുപ്പെന്ന് പറയാം. ഇത് കുടിക്കാനൊക്കെ കൊള്ളാം. ഭയങ്കര തണുപ്പായത്. എന്ത് ഭംഗിയാന്ന് നോക്കി. കാശ്മീർ താഴ്വരയെ. താഴ്വരയൊന്നുമല്ല കേട്ടോ, മലയുടെ മണ്ടയാ. എന്ത് ബ്യൂട്ടിഫുള്ളാ. വാവ്, സ്വർഗം. ആ മലയുടെ മണ്ടയ്ക്ക് ഐസുണ്ട് ചെറുതായിട്ട്. നിങ്ങൾ ഈ താഴത്തെ വ്യൂ ഒന്ന് നോക്കിയേ. എൻ്റെ പൊന്നേ, ഈ ക്യാമറയിൽ കാണുമ്പം എന്തോരം ഡെപ്ത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴ്ച അല്ല കേട്ടോ, ഈ ഒരു വ്യൂവിൻ്റെ ഡെപ്താണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണേ. ഒരു നൈസ് ഒരു താഴ്വര. നമുക്കെന്തായാലും ഇവിടുന്ന് ഒരു 600 മീറ്റേഴ്സ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പ് സൈറ്റ് എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നോക്കാം. ഗൈസ്, നിങ്ങളെ ഒരു കിടിലൻ സംഭവം കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂ കണ്ടോ. ഈ വ്യൂവിനെ പറ്റിയല്ല, സമയം ഇപ്പം ഏകദേശം രാത്രി 7 മണിയായിട്ടുണ്ട്. അതായത് 7:10 ആയിട്ടുണ്ട്. മേളിൽ നോക്കിക്കോ, 7:10 അല്ല സോറി 7 ആയിട്ടുണ്ട്. സ്റ്റിൽ ഇവിടെ സൺസെറ്റ് ആയിട്ടില്ല. ഇവിടെ ഭയങ്കര വെട്ടമാണ്. കണ്ടില്ലേ, ആകാശമൊക്കെ നോക്കി. സൺസെറ്റ് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. മുമ്പേ അവിടെ സൂര്യനെ കാണാമായിരുന്നു. ഇപ്പോൾ ആ സ്കൈയുടെ ഇടയിൽ കയറിയതാണ്, ക്ലൗഡ്സിൻ്റെ ഇടയിലേക്ക് കയറിയതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സംഗതി. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടാണ്. ഇത് നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വളവൂടെ തിരിഞ്ഞിട്ട് ക്യാമ്പിംഗ് ലൊക്കേഷൻ ആകും എന്നാണ് ഞാൻ നനയ്ക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച ട്രക്കിങ് രാത്രി 8 മണിയോട് കൂടിയാണ് അവസാനിച്ചത്. 8.5 കിലോമീറ്ററാണ് നമ്മൾ മലയുടെ മുകളിലേക്ക് നടന്നു കയറിയത്. ഏകദേശം 11,000 അടി ഉയരത്തിലാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് രാത്രിയിൽ ക്യാമ്പ് സൈറ്റിൽ വന്നിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. ഭക്ഷണം കഴിച്ചു നേരെ ഉറങ്ങാൻ പോവുകയാണ്.